പ്രൈസ് ദി ലോർഡ്. ഷൈജി ബ്രദറാണ്. നമ്മുടെ രഹബോത്ത് ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 1ാമത്തെ ദിവസത്തിലേക്ക് കടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. രാവിലെ 5 മണിക്ക് നമ്മുടെ പ്രയറോടുകൂടെ അത് സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഞാൻ വിശ്വസിക്കുകയാണ് ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് ജൂലൈ മാസം ദ മന്ത് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്, ഫലപ്രാപ്തിയുടെ മാസം എന്ന ദേവദാസനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, വലിയ ദൈവികമായ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുകയാണ്. ഇതുവരെ ഫലമില്ലാത്ത മേഖലകളിൽ, സാമ്പത്തികമാകാം, ആത്മീകമാകാം, ശുശ്രൂഷയിലാകാം, കുടുംബത്തിൻ്റെ മേഖലകളിലാകാം, ഈ ദിവസങ്ങളിൽ വലിയ ഫലപ്രാപ്തിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. വലിയ വിടുതലുകളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പിശാചിന് പേടിയുള്ള കാര്യമാണ്. പിശാചിന് പേടിയാണ്. നമ്മുടെ ചില ഉപവാസങ്ങൾ ശരിയായ രീതിയിൽ അതിൻ്റെ അർത്ഥമറിഞ്ഞ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്താൽ പിശാചിന് പേടിയാണ്. ഉപവാസത്തെ പേടിയാണ്. പിശാച് പേടിച്ചു പറയ്ക്കും. ആമേൻ. അതുപോലത്തെ ഒരു ജയം ഈ ഉപവാസത്തിൽ കർത്താവ് ദൈവജനത്തിന് നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 17-21 വാക്യം, ദിസ് kind does not go out except by prayer and fasting. ഈ ജാതി, ഈ വക പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ നിങ്ങൾ വിട്ടു പോയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയിലും ഉപവാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിശ്വാസം നമ്മൾ വിട്ടുമാറാൻ പോവുകയാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 58-6-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഉപവാസത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നുകങ്ങളെ തകർത്ത് കളയുവാൻ, ബന്ധിതരെ മോചിപ്പിക്കുവാൻ, നുകത്തെ തകർത്ത് കളയുവാൻ, ബന്ധനത്തിൽ ഇരിക്കുന്നവരെ മോചിപ്പിക്കുവാൻ ഉപവാസത്തെ കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാണ്. ചില സാമ്പത്തികമായ പ്രയാസങ്ങൾ നിങ്ങൾ അതിൻ്റെ ഒരു ബന്ധനത്തിലാണോ? കടഭാരത്തിന്റെ ബന്ധനത്തിലാണോ? ചില പാപ സ്വഭാവങ്ങളുടെ ബന്ധനത്തിലാണോ? കുടുംബത്തിൽ സമാധാനമില്ലാത്ത ബന്ധനത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ? ഈ 21 ദിവസം പ്രാർത്ഥനയിലായിരിക്കുക. ദൈവം വലിയ വിടുതലിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാലും വലിയൊരു വിടുതലിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ പോവുകയാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, പട്ടിണിക്കിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ശരിക്കും ആത്മീയമായതാണ്. പ്രിസൈസായിട്ട് ചില ശത്രുവിൻ്റെ മേഖലകളെ തകർക്കുക, നമ്മുടെ ജീവിതത്തിലുള്ള ചില മേഖലകളിൽ അതിനകത്ത് തന്നെ തകർത്ത് മുന്നോട്ട് പോകുവാൻ ഉപവാസം ഭയങ്കരമായ പവറാണ്, ശക്തിയാണ് നമുക്ക് നൽകുന്നത്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപവാസത്തോടനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആ രീതിയിൽ ഉപവസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. 1, തീവ്രമായ പ്രാർത്ഥനയും ആരാധനയും. ചുമ്മാ പ്രാർത്ഥനയല്ല, ഒരു സാധാ പ്രാർത്ഥനയല്ല, ഒരു തണുപ്പൻ മട്ടിലുള്ള പ്രാർത്ഥനയല്ല, തീവ്രമായ പ്രാർത്ഥന. എല്ലാവരും പറഞ്ഞേ, തീവ്രമായ പ്രാർത്ഥന. തീവ്രമായ പ്രാർത്ഥനയ്ക്ക് ദീർഘകാലമായിട്ടുള്ള, വർഷങ്ങളായിട്ടുള്ള ചില പിശാചിന്റെ കോട്ടകളെ, ബന്ധനങ്ങളെ തകർക്കാൻ കഴിയും. ചില സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇല്ല, അതിനൊക്കെ ഈ ഉപവാസത്തിൽ അതൊക്കെ തകർന്നു വീഴാൻ പോവുകയാണ്. പിശാച് കൊണ്ടുവന്നിട്ട ചില വിത്തുകൾ അത് ദൈവം എടുത്ത് മാറ്റാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 15-13, എവറി പ്ലാൻ നോട്ട് പ്ലാന്റഡ് ബൈ മൈ ഫാദർ ഷാൽ ബി അപ്രൂവ്ഡ്. ദൈവം എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത എല്ലാം അവിടുന്ന് എടുത്ത് മാറ്റിക്കളയും. പിശാചിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവം അല്ലാതെ കൊണ്ടുവന്നിട്ടുള്ള ചില ശാപങ്ങൾ, ദുസ്വഭാവങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് ഈ ഉപവാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെടാൻ പോവുകയാണ്. അത് ഈ ഉപവാസത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ചില ദുസ്വഭാവങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടാൻ പോവുകയാണ്. കുടുംബത്തിനകത്തുള്ള അകാരണമായ കലഹങ്ങൾ, എന്തെടുത്താലും പ്രശ്നമാണ്, വഴക്കാണ്, അതെല്ലാം ഈ ഉപവാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അപ്രൂട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. ദാരിദ്ര്യത്തിന്റെ പിശാച് കുടുംബങ്ങൾ നിറങ്ങിപ്പോകാൻ പോവുകയാണ്. യേശു കർത്താവ് 40 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കഴിഞ്ഞതിന് ശേഷം പിശാചിന്റെ പരീക്ഷണങ്ങളെ ജയിച്ച് അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ ശക്തിയോടുകൂടെ ഗലീലയിൽ വന്ന രോഗികളെ സൗഖ്യമാക്കുകയും വീര്യപ്രവൃത്തികൾ ചെയ്യും, ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തതുപോലെ ചില ശക്തരായ ശുശ്രൂഷകന്മാർ ഈ 21 ദിവസത്തെ ഉപവാസത്തിന് ശേഷം
പിശാചിന്റെ രാജ്യത്തിന് ഭീഷണിയാകുന്ന അതിശക്തരായ ശുശ്രൂഷകന്മാർ ഈ 21 ഡേയ്സിന്റെ ഉപവാസത്തിന് ശേഷം നോർത്ത് ഏരിയയിൽ നിന്ന്, മലബാറിൽ നിന്ന്, ബ്ലെസ്സിംഗ് ടുഡേയുടെ കുടുംബത്തിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പോവുകയാണ്. കൈകൾ അടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ശുശ്രൂഷകർ ഉയർത്ത് വരുന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ അവരെ വിശ്വാസത്താൽ വിളിക്കുകയാണ്, അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതായത് 12:29 ബലവാനെ പിടിച്ചു കെട്ടിട്ടില്ലാതെ അവന്റെ കോപ്പുകൾ കവർന്നു കളയാൻ കഴിയില്ല. ഷീബാലാബാറാധാരാമ പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം. ചില ബലവാന്റെ ശക്തികൾ കവർന്നെടുക്കുവാൻ അവൻ പിടിച്ചുകൊണ്ടുപോകാൻ, നമ്മൾ തട്ടിപ്പറിച്ചെടുക്കുവാൻ, പിടിച്ചു മേടിക്കുവാൻ, പിശാചിന്റെ കയ്യിൽ അമർന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ചില മേഖലകൾ അതിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സാധ്യമാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഒന്ന് തീവ്രമായ പ്രാർത്ഥന, 2 ഉപവാസം, ശക്തമായ ആരാധനയോടെ സ്തുതികളോടുള്ള ഉപവാസ പ്രാർത്ഥന. നിങ്ങൾക്കറിയാമോ, ആരാധന ഒരു വലിയ അന്തരീക്ഷത്തിന്റെ, ആത്മീക അന്തരീക്ഷത്തിന്റെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ ചില സമയത്ത് ഭയങ്കര ദൈവിക സാന്നിധ്യം ഇറങ്ങി വരും. ചില സമയത്ത് നമ്മൾ പാടുമ്പോൾ ഒരു മൂടുണ്ടാവില്ല, അപ്പം ദൈവ സാന്നിധ്യം തോന്നില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പാസ്റ്റർ ആമീനൊക്കെ നയിക്കുന്ന ശക്തമായ ആരാധനയുടെ വീഡിയോ ലഭ്യമാണ്. അഭിഷേകം നിറഞ്ഞ ദേവദാസന്മാരുടെ അത് കേട്ടോണ്ട് അതിനോടൊപ്പം ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് കയറുക. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിതത്തിലെ ചില വിടുതലുകൾ ഇരിക്കുന്നത് ആരാധനയിലാണ്, ചില വിക്ടറി ഇരിക്കുന്നത് ആരാധനയിലാണ്, ചിലതിനെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നത് ആരാധനയിലാണ്. ആരാധിക്കുമ്പോൾ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ആരാധിക്കുമ്പോൾ നമ്മുടെ ജഡം ബലഹീനമാകുകയും ആത്മാവ് ശക്തിപ്പെടുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. യഹോശഫാത്ത് തൻ യുദ്ധത്തിന് പോയപ്പോൾ ഗായക സംഘത്തെ, ആരാധന നയിക്കുന്നവരെ ഇതിന്റെ മുന്നണിയിൽ നിർത്തുകയാണ്, വലിയൊരു ജയം കൊണ്ടുവരികയാണ്. നമുക്ക് ഇസ്രായേലിന്റെ യുദ്ധം യഹൂദ മുന്നിൽ, യഹൂദ എന്ന് പറഞ്ഞ സ്തുതിയാണ്, സ്തുതി മുന്നിൽ പോവും, ജയം അവിടെ പിറകെ വരും. സ്തുതി മുന്നിലുണ്ടെങ്കിൽ ജയം നിങ്ങളെ അനുഗമിക്കുന്നതാണ്. സ്തുതി മുന്നിലുണ്ടെങ്കിൽ ജയം പിറകെ വരുന്നതാണ്. ഹല്ലേലൂയ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ, കാരാഗ്രഹത്തിൽ കിടന്നവർ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ, അവിടെ ആരാധിച്ചെന്ന് മാത്രമാണ്. ഞാൻ നൃത്തം ചെയ്തെന്നൊക്കെ എൻ്റെ ഭാഷയിൽ കേട്ടതാണ്, എഴുതിയതാണ്, ഞാൻ പറഞ്ഞതാണ്. ദൈവത്തെ അവർ ആരാധിച്ചപ്പോൾ അവര് ചങ്ങലകൾ പൊട്ടി, അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി, ചങ്ങല പൊട്ടി, ബന്ധിതരെല്ലാം മോചിതരായല്ലോ എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ. ഹല്ലേലൂയ. ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആരാധിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടും കേട്ടോ. പല ബന്ധനങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകും. ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. അതാണ് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം. യെരിഹോ മതിലിനെ വീഴ്ത്തുവാൻ 7 ദിവസം അവർ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം 7ാമത്തെ ദിവസം അവർ ആർപ്പിട്ടപ്പോൾ, കാഹളമൂതിയപ്പോൾ ആ യെരിഹോ മതിൽ തകർന്നു വീണതുപോലെ നിങ്ങൾക്ക് മുന്നേറുവാൻ തടസ്സമായി നിൽക്കുന്ന ചില മതിലുകൾ ഈ ഉപവാസത്തിന്റെ 7ാം ദിവസം തകർന്നു വീഴാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേർപെട്ടുള്ള പ്രാർത്ഥന. ഉപവാസം, വേർപെട്ടുള്ള പ്രാർത്ഥന. ചില സമയങ്ങൾ ഉപവാസത്തിന്റെ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. യേശു കർത്താവ് നമുക്കത് കാണാൻ പറ്റും. യേശു കർത്താവ് ലൂക്കോസിന്റെ 5:16 യേശു ഇങ്ങനെ പതിവായി ജനങ്ങളിൽ നിന്ന് വിട്ടുമാറി, ശിഷ്യന്മാരിൽ വിട്ടുമാറി ഒറ്റയ്ക്കിരുന്ന് ഏകാന്തമായ പ്രാർത്ഥനകൾ താൻ ചെയ്തിരുന്നു. ഇത് വ്യക്തിപരമായി നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു മോഡൽ, മാതൃക കർത്താവ് കാണിച്ചു എന്നാണ്. നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ, കോൺസെൻട്രേറ്റ് ചെയ്ത് വേർപെട്ട്, ലോകത്തിൽ നിന്ന് വേർപെട്ട്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വേർപെട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ചില ഹാബിറ്റ്സ്, ചില ശീലങ്ങളുടെ ബന്ധനങ്ങൾ പൊട്ടാൻ പോവുകയാണ്. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിൽ നിന്ന് വേർപെട്ട് പ്രാർത്ഥിക്കുക, ടിവികളിൽ നിന്ന് വേർപെട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്താണ്, അതിൽ നിന്ന് വേർവിട്ട്, നിങ്ങളുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്നതിൽ നിന്ന് വേർവിട്ട് ഈ ഉപവാസ പ്രാർത്ഥന, സെൽഫ് ഡിനയൽ, നിങ്ങൾ സ്വയം ത്യജിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ ഉപവാസത്തോടെ ഈ 21 ദിവസവുമായിരിക്കുകയാണെങ്കിൽ വലിയ വിടുതലുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരാൻ പോവുകയാണ്. നാലാമത്തെ കാര്യം, റെവലേറ്ററി ഫാസ്റ്റിംഗ്, വെളിപ്പാട്
വെളിപ്പാടിലുള്ള ഉപവാസ പ്രാർത്ഥന. വെളിപ്പാട് പ്രാപിച്ചുകൊണ്ടുള്ള ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ആത്മീകമായ പല സത്യങ്ങളും വെളിപ്പെട്ടു വരും. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ 20 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ജ്ഞാനത്തെ കർത്താവ് തുറന്നിട്ട് ഏഞ്ചലിക് ദൂതന്മാരുടെ തലത്തിലുള്ളൊരു യുദ്ധം അവന് മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്കുള്ള തടസ്സം എന്താണ് എന്ന്, മറുപടിക്കുള്ള തടസ്സം ഉപവാസത്തിൽ കർത്താവ് കാണിച്ചു തരുന്നതാണ്. എലീശ പ്രവാചകന്റെ ദാസന് അത് അവന്റെ കണ്ണ് തുറന്നു കൊടുക്കാൻ വേണ്ടി എലീശ പ്രാർത്ഥിക്കുകയാണ്. ചില വലിയ വിടുതലുകൾ സംഭവിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ ഇതിനെ പറ്റി എല്ലാം ചിന്തിച്ചെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, ശക്തമായ തീവ്രമായ പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ അത് വെറുമൊരു പട്ടിണി കിടപ്പ് മാത്രമല്ല, ശക്തമായ ബ്രേക്ക് ത്രൂ പ്രയറായത് മാറും. വിടുതലിന്റെ പ്രാർത്ഥനയും മാറും. ശക്തമായ തീവ്രമായ ആരാധനയുണ്ടെങ്കിൽ ഉപവാസം ഒരു ഡയറ്റ് മാത്രമല്ല, ഭക്ഷണ ക്രമീകരണം മാത്രമല്ല, അത് സ്വർഗീയമായ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കടക്കുന്നതിനും സാധ്യമാണ്. എനിക്കറിയാം, ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവസാന്നിധ്യവുമായി കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. നമ്മൾ വേർവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയിലേക്കും ദൈവകൃപയിലേക്കും നമുക്ക് കടക്കാൻ പറ്റും. ഹല്ലേലൂയ. അതൊരു ഡിസിപ്ലിൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമീകരണം മാത്രമല്ല, റെവലേഷൻ നമുക്ക് കിട്ടും, പുതിയ വെളിപ്പാടുകൾ. അപ്പം നമുക്ക് ദർശനം കിട്ടി. എങ്ങോട്ടാ പോകണം, സഭയെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, അതിനെപ്പറ്റിയെല്ലാം ഒരു ദർശനം കർത്താവ് തരും. നമ്മൾ സ്വയം ത്യജിക്കപ്പെടുക മാത്രമല്ല, നമ്മുടെ ഈ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന വലിയ വിടുതലാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞായറാഴ്ചകളിലൊക്കെ അതിശക്തമായ ദൈവിക സന്ദേശം അഭിഷേകത്തോടു കൂടി ദേവദാസൻ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. മോർണിംഗ് ഗ്ലോറിയിലെ പ്രയർ അത് നമ്മൾ മസ്റ്റായിട്ട് പങ്കെടുക്കാം. ഒരു വലിയ വിടുതലിനെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോവുക. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഉപവാസത്തോടുകൂടെയൊക്കെ കടന്നു പോകുമ്പോഴത്തേനും നിങ്ങൾക്കൊരു കാര്യം തിരിച്ചറിയണം. പെട്ടെന്ന് ഭയങ്കര ഒന്നാം ദിവസം രണ്ടാം ദിവസം ഭയങ്കര വിശപ്പ്. എൻ്റെ അർത്ഥം നിങ്ങളുടെ ഉപവാസം വിജയിച്ചിരിക്കും. പക്ഷെ അതിനെ ഇഷ്ടപ്പെടുന്നില്ല, ക്ഷീണം തോന്നും, ഡിസ്ട്രാക്ഷൻ തോന്നും, എന്തെങ്കിലും പ്രശ്നം, ഭാര്യ, ഭർത്താവ്, മക്കൾ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കും. അതിൻ്റെ അർത്ഥം പിശാച് പേടിക്കാൻ തുടങ്ങി, നിൻ്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും വന്നു തുടങ്ങി. അതിൻ്റെ അർത്ഥം നിൻ്റെ ഉപവാസം ശരിയായ രീതിയിലാണ്. പിന്നെ മറ്റൊന്നും നോക്കരുത്, ഭാര്യയെ നോക്കരുത്, ഭർത്താവിനെ നോക്കരുത്, മക്കളെ നോക്കരുത്, ആരെ നോക്കരുത്, ജോലി സ്ഥലത്തെ പ്രശ്നം നോക്കരുത്. ഉപവാസം കണ്ടിന്യൂ ചെയ്യുക, മറ്റുള്ളവരെ ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക, ശക്തമായ പ്രാർത്ഥനയിലേക്ക് മുന്നോട്ട് പോകുക, തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് ശക്തമായ പ്രാർത്ഥന, ശക്തമായ ആരാധന, ശക്തമായ വചനധ്യാനം, ശക്തമായ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, ശക്തമായ വെളിപ്പാടിനെ പ്രാപിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുക. അതിനുവേണ്ടി രാവിലെ 5 മണിക്ക് നമുക്ക് മോർണിംഗ് പ്രയർ, മോർണിംഗ് ഫ്ലെയിംസ്, ഉപവാസ പ്രാർത്ഥന ശക്തമായി നമ്മൾ ദൈവത്തെ ആരാധിക്കും, അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, വചനം നമ്മൾ കേൾക്കും, ബൈബിൾ റീഡിംഗ് ഉണ്ട്, അതെല്ലാം നമുക്കുണ്ടാകും. അതുകൂടാതെ നിങ്ങൾ എല്ലാവരോടുള്ള എനിക്കൊരു റിക്വസ്റ്റാണ്, 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ എങ്കിലും നിങ്ങൾ ഈ 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിനും ഇടയിൽ പുതിയ നിയമം നിങ്ങൾ വായിക്കണം. 1-2 പ്രാവശ്യമെങ്കിലും. അത് ഭയങ്കര വിടുതലായി നിങ്ങൾക്ക് മാറാൻ പോവുകയാണ്. ദിവസങ്ങളിൽ വചനത്തിലെ വെളിപ്പാടുകൾ കർത്താവ് ധാരാളമായി പകരാൻ പോകുക. നിങ്ങൾക്ക് നിങ്ങളെ ദൈവിക സന്നിധിയിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പലതിൽ നിന്നും നിങ്ങൾ ഈ ദിവസങ്ങളിൽ മാറി നിൽക്കുക. പ്രാർത്ഥനയിലേക്ക്, അഭിഷേകത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ സ്വയം അതിലേക്ക് കടക്കുക. അതിശക്തമായൊരു ബ്രേക്ക് ത്രൂവിലേക്ക്, റിവൈവലിലേക്ക് കടക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. വലിയ വിടുതലിനെ കാണുവാൻ, കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങളങ്ങേക്ക് നന്ദി പറയും. ശക്തമായ പ്രാർത്ഥന, തീവ്രമായ പ്രാർത്ഥന, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിൽ തീവ്രമായ പ്രാർത്ഥനകൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഉയരട്ടെ. കുടുംബ പ്രാർത്ഥനകളിൽ നിന്ന്, ഗ്രൂപ്പായിട്ടുള്ള പ്രാർത്ഥനകളിൽ നിന്ന്, വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഉയരട്ടെ. ശക്തമായ ആരാധനകൾ ഉയരട്ടെ. കർത്തൃമേശിയുടെ വലിയ വിക്ടറി ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ച കർത്താവേ, ഒരു വലിയ വിടുതൽ, ബ്രേക്ക് ത്രൂ കർത്താവ് ചെയ്യുന്നതിനായി ഞങ്ങൾക്ക് നന്ദി പറയുന്നു, അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ 20 ദിവസം
നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. രാവിലെ 5 മണിക്കത്തെ നമ്മുടെ പ്രയറിൽ പങ്കെടുക്കുക, കയറുക. മോർണിംഗ് ഗ്ലോറി അത് നിങ്ങൾ മുടങ്ങരുത്. യൂട്യൂബിൽ ബ്ലെസ്സിങ്ങിൻ്റെ യൂട്യൂബിൽ അത് നിങ്ങൾക്ക് ലഭ്യമാണ്, അത് പങ്കെടുക്കണം. അതുകൂടാതെ നിങ്ങൾ വൈകിട്ട് രാത്രിയിലുള്ള നിങ്ങളുടെ ചേർച്ചിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. സൂമിലുണ്ടാവും, കോട്ടേജ് മീറ്റിങ്ങുകളുണ്ട്, അതിനകത്ത് പങ്കെടുക്കുക. അതുകൂടാതെ പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുക. വലിയൊരു വിടുതൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അയക്കാൻ പോവുകയാണ്. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.